വേറെന്താ വിശേഷം? ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരെയും ക്ലാസ്സിൽ പിടിച്ചിരുത്തിയാൽ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ഹനുമച്ചരിതം നമ്മൾ കുറേ നാളായി കേട്ടിട്ടല്ലേ? അപ്പം നമുക്കിങ്ങനെ ഒരു ഹനുമച്ചരിതം ഒന്ന് കേൾക്കാമെന്ന് ഓർത്തു. എല്ലാവരും വരട്ടെ. എന്ത് പറയുന്നു? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓണാഘോഷങ്ങളൊന്നുമില്ല. ചൂരൽമലയിലെ കുറേ കാര്യങ്ങൾ. ഞാൻ ഫുഡ് കഴിച്ചു. ജീവൻ കുമാർ പ്രഭുവും പിന്നെന്താ, ഇപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഗുരുകുലത്തിലെ കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതും ഒരു 10:30 to 1 o'clock. 2.5 hours ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മുടെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ അനിൽകുമാർ പ്രഭു ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് 93 42 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടാം. സനിഷ മാതാജി എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടാം. വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഡെയിലി രാവിലെ സൂപ്പർ ഓമനാമ കഴിഞ്ഞ പ്രാവശ്യം അയച്ച ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമ്മളിപ്പം ഡെയിലി രാവിലെ ചിന്താമഞ്ജരി, പിന്നെ ആയുർമഞ്ജരി, ഗാനമഞ്ജരി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രദോഷ വ്രതങ്ങൾ, പിന്നെ നമ്മുടെ ഷഷ്ടി വ്രതങ്ങൾ, ഉച്ചപൂജ അലങ്കാരം, പിന്നെ നമ്മുടെ ഏകാദശി ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. കോഴിക്കോട് തന്നെയാണ്, 2 ദിവസം കൊണ്ട് തിരിച്ചു പോകും. 1-2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് തിരുപ്പതിക്ക് പോകാത്തത്. നാളെയോ മറ്റന്നാളോ ആയിട്ട് പോകണം. നാളെ നടക്കില്ല, മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നായിട്ട് പോകണം. പിന്നെ ഓണാഘോഷമായതുകൊണ്ട് നമുക്ക് നമ്മുടെ വൃദ്ധസദനത്തിലെ അമ്മമാർക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ അമ്പാടിയുടെ വീട്ടിലേക്ക് ഓണാഘോഷമായതുകൊണ്ട്, ഓണമൊക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഓണം ഗിഫ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അവരുടെ വീട് പട്ടിണിയാവാൻ പാടില്ലല്ലോ. അപ്പോൾ വീട്ടു സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരാം. 93 42 49 41. ഈ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അഡ്മിൻസ് ഈ നമ്പർ ഇടയ്ക്കിടയ്ക്ക് ഈ പേജിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലൂടെ കാണുന്നവർ നിർബന്ധമായും ഫേസ്ബുക്കിൻ്റെ ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും ചിലപ്പം ക്ലാസ്സിൻ്റെ ലിങ്ക് അതാസമയം കിട്ടിയെന്ന് വരില്ല. ഫേസ്ബുക്കിൻ്റെ ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ ലൈവ് വരുമ്പോൾ എപ്പോഴാണെങ്കിലും ക്ലാസ് കാണാൻ പറ്റും. ദയവായി ഫേസ്ബുക്ക് പേജിൻ്റെ ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. ഗുരുവായൂർ മഞ്ജരീസ് എന്നുള്ള യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇല്ല, തിരികെ കാലിക്കറ്റിലേക്ക് ഓണത്തിന് വരില്ല. വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, തിരിച്ചു പോകും. ഓണത്തിന് നമുക്ക് ലീവൊന്നുമില്ല. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒന്നും മോണിറ്റൈസേഷൻ വാങ്ങുന്നില്ല. ഞാൻ ഫോളോ ചെയ്യാൻ പറയുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോഴും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം നമ്മൾ പേജിലൂടെയോ മോണിറ്റൈസേഷൻ വാങ്ങുന്നില്ല. പ്ലസ് നമ്മൾ പ്രഭാഷണങ്ങൾ നടത്താൻ ഒരു ക്ഷേത്രങ്ങളിൽ പോയാലും അവിടുന്ന് യാതൊരു തരത്തിലുള്ള റെമ്യൂണറേഷനും നമ്മൾ വാങ്ങാറില്ല. ഫ്രീ സർവീസാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഫ്രീ ആണ്. കുട്ടികൾക്കുള്ള ഗുരുകുലം ക്ലാസ് അടക്കം നമുക്ക് ഫ്രീ സർവീസാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹനുമച്ചരിതമാണ്. ജ്യോതി മാതാജി, ഹനുമച്ചരിതത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൂഡാരത്നം എന്നുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ ചൂഡാരത്നം എന്ന്? ഹനുമാൻ ചൂഡാരത്നം സ്വീകരിക്കുന്നു. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. എന്താണ് ചൂഡാരത്നം? കേട്ടിട്ടുണ്ടോ? എന്താണ് ചൂഡാരത്നം? കിച്ചൂട്ടൻ എവിടെ? രാധാറാണി എവിടെ? കിച്ചൂട്ടനും രാധാറാണിയും ഒക്കെ ചെന്നൈയിലാണ്. അപ്പോൾ കുറേ നാളായി ക്ലാസ്സിൽ കയറിയിട്ടെന്നർത്ഥം. മോതിരമാണോ ചൂഡാരത്നം എന്ന് ചോദിക്കുന്നു ദിവ്യ മാതാജി. ചൂഡാരത്നം ഹനുമാൻ സ്വാമി സ്വീകരിക്കുന്നു. കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിട്ടുണ്ട്. മോതിരം. ഹനുമാൻ സ്വാമിയുടെ ആശ്വാസവാക്കുകളെല്ലാം കേട്ടിട്ട് ലങ്കാപുരിയിൽ നിന്ന് തനിക്ക് മോചനം ലഭിക്കേണ്ട സമയം ഒരുപാട് ദൂരെയല്ല എന്ന് ആര് തിരിച്ചറിയുന്നു? സീതാമാതാവ് തിരിച്ചറിയുന്നു.
ഹനുമാൻ സ്വാമി നമ്മുടെ സീതാമാതാവിനെ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? അശോകവനിയിലിരിക്കുന്ന സീതാമാതാവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പം ഹനുമാൻ സ്വാമിയുടെ ആശ്വാസ വാക്കുകളെല്ലാം കേട്ടപ്പോൾ സീതാമാതാവിന് മനസ്സിലായി, ഇനി എനിക്ക് ഒരുപാട് നാൾ രാവണൻ്റെ കാരാഗ്രഹത്തിൽ ഇങ്ങനെ കഴിയേണ്ടി വരില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ സീതാദേവി പറയാണ്, വായുകുമാര, ദാഹജലത്തിന് വേണ്ടി കേഴുന്ന വേഴാമ്പലിൻ്റെ ദീനരോധനം ശ്രവിച്ച് പെയ്യുന്ന മഴമേഘത്തെ പോലെ ദേവദൂതനായി പ്രത്യക്ഷപ്പെട്ട് ആശ്വാസമരുളുന്ന നീ രാമപ്രിയനായിരിക്കുന്ന ഹനുമാൻ മാത്രമല്ല. പ്രീത മാതാജി നാളെയും കൂടെ കഴിഞ്ഞിട്ട് വിളിച്ചോളൂ. കാരണം ഞാൻ ഇന്നിപ്പം 10:30 മുതൽ ക്ലാസ് എടുക്കുകയാണ് അല്ലേ? ഒന്ന് റെസ്റ്റ് എടുക്കണം. 10:30 മുതൽ രാവിലെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് കഴിയണമെങ്കിൽ 2.5 മണിക്കൂറാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് കണ്ണടയ്ക്കണം. എന്നിട്ട് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകണം. തിരിച്ചു വന്നിട്ടൊന്ന് കുക്ക് ചെയ്യണം. എഗെയിൻ നമ്മുടെ ക്ലാസ് ഉണ്ട് രാത്രിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുമ്പോഴേക്കും ഒരു നേരം കുറച്ച് മെസ്സേജൊക്കെ നോക്കാനുണ്ട്. നാളെ രാവിലെ എനിക്ക് വേറെ മഞ്ജരീസിൻ്റെ തന്നെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഇറങ്ങാനുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പം നാളെ കഴിഞ്ഞിട്ട് മാതാജി ഒന്ന് വിളിച്ചു, നമുക്ക് സംസാരിക്കാം കേട്ടോ. വിഷമിക്കേണ്ട, നമുക്ക് സംസാരിക്കാം, ധൈര്യമായിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കും മാതാജി. ഓക്കെ. അപ്പോൾ സീതാമാതാവ് പറയാണ്, എന്താ പറയുന്നത്? വായുകുമാര. വായുകുമാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഹനുമാൻ സ്വാമി, ദാഹജലത്തിന് കേഴുന്ന വേഴാമ്പലിനിൻ്റെ ദീനരോധനം കേട്ടിട്ട് പെയ്യുന്ന മഴമേഘത്തെ പോലെ ദേവദൂതനായി പ്രത്യക്ഷപ്പെട്ട് ആശ്വാസം പകർന്ന നീ രാമപ്രിയനായിരിക്കുന്ന ഹനുമാൻ മാത്രമല്ല, ഈ സീതാദേവിയുടെ പ്രിയങ്കരനായിരിക്കുന്ന മകൻ കൂടിയാണ്. സീതാദേവി ഹനുമാൻ സ്വാമിക്ക് കൊടുത്ത ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു മകൻ്റെ സ്ഥാനമാണ്. കൊച്ചിയിൽ മഴയല്ലേ? ക്രൂരനായിരിക്കുന്ന രാവണൻ്റെ നിന്ദ്യമായ വചനങ്ങളും പെരുമാറ്റവും നീ കണ്ടില്ലേ? എത്രയും വേഗത്തിൽ ലങ്കാനഗരം എന്ന ഈ കാരാഗ്രഹത്തിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിജയമാതാജി, ഞാൻ ആഗ്രഹിക്കുന്നത്. ജാനകി ദേവി പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഉത്സാഹത്തോടു കൂടി ഹനുമാൻ സ്വാമി എന്തു ചെയ്തു? തുള്ളിക്കളിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി അതിന് മറുപടി പറയാണ്. പ്രിയ മാതാവേ, തൽക്ഷണം തന്നെ ഈ ലങ്കാപുരിയിൽ നിന്ന് ദേവിയെ അടിയൻ മോചിപ്പിക്കുന്നതാണ്. ദയവ് ചെയ്ത് ഈ ഇഷ്ടപുത്രൻ്റെ മുതുകിൽ അവിടുന്ന് ഉപവിഷ്ടയായാലും, അതായത് സീതാമാതാവിനോട് പറയാണ്, അവിടുത്തെ ഞാൻ ഉടൻ തന്നെ ഇവിടുന്ന് മോചിപ്പിക്കും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മകനാണല്ലോ ഞാൻ. അതുകൊണ്ട് അവിടുന്ന് എന്തു ചെയ്യണം? എത്രയും വേഗം എൻ്റെ മുതുകിൽ ഇരുന്നാലും. അടുത്ത ക്ഷണത്തിൽ തന്നെ അമ്മയെ ഞാൻ രാമസന്നിധിയിലെത്തിക്കുന്നതാണ്. എവിടെ എത്തിക്കുന്നു പറഞ്ഞത്? രാമസന്നിധിയിൽ, ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. ആഞ്ജനേയ സ്വാമിയുടെ ആ ഒരു ഉത്തമ ഭക്തിയുടെ വിശ്വാസത്തിൽ സന്തോഷം തോന്നിയ സീതാമാതാവ് ഒന്ന് പുഞ്ചിരിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ പാപം ഒന്ന് ചിരിക്കുന്നത് അപ്പോഴായിരിക്കാം മേ ബി, അല്ലേ? അപ്പോൾ സീതാമാതാവ് പറയാണ്, കുമാര, എൻ്റെ മോചന കാര്യം അത്രയ്ക്ക് നിസ്സാരമാണെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, ദേവി, അവിടുന്ന് എന്തുകൊണ്ടാണ് ഈ പുത്രനെ സംശയിക്കുന്നത്? ഹനുമാൻ ഭള്ളു പറയുന്നതായി അവിടുന്ന് ചിന്തിക്കുന്നുണ്ടോ? അതായത് ബള്ളെന്ന് പറഞ്ഞാൽ ഒരു തമാശ, നടക്കാത്ത കാര്യം പറയുന്നതിനെയാണ് ബള്ളെന്ന് പറയുന്നത്. അമ്മ ചിന്തിക്കുന്നുണ്ടോ ഞാനൊരു തമാശ പറയുന്നതാണെന്ന്? അപ്പോൾ സീതാമാതാവ് പറയാണ്, മാരുതി, നിന്റെ വിശ്വരൂപം ദർശിച്ച ഞാൻ നിന്റെ വീര്യത്തിൽ സംശയിക്കില്ല. തീർച്ചയായിട്ടും സനൽ പ്രഭു, നിന്റെ വിശ്വരൂപം ദർശിച്ച ഞാൻ ഒരിക്കലും നിന്റെ വീര്യത്തിൽ സംശയിക്കുകയില്ല. എൻ്റെ കാന്തനോ, കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, എൻ്റെ കാന്തനോ സഹജനോ സമീപത്തില്ലാത്ത അവസരത്തിലാണ് ഭീരുവായ രാവണൻ എന്നെ അപഹരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എൻ്റെ സഹോദരനോ എൻ്റെ ഭർത്താവോ എൻ്റെ കൂടെ ഇല്ലാത്ത സമയത്താണ് ഭീരുവായിരിക്കുന്ന രാവണൻ എന്നെ കട്ടുകൊണ്ട് വന്നത്. രാവണൻ ചെയ്തതുപോലെ രാമദൂതനായി വന്നിരിക്കുന്ന നീയും ചെയ്യുന്നുവെങ്കിൽ നീചനായ രാക്ഷസനും ഉത്തമനായ രാമനും ഒരുപോലെയാണെന്ന് ലോകം ധരിക്കില്ലേ? അപ്പോൾ രാവണൻ എന്താണോ ചെയ്തത് അത് തന്നെ നീയും ചെയ്യാൻ പാടില്ല.
രാവണൻ ചെയ്തത് എൻ്റെ സഹോദരനോ ഭർത്താവോ അടുത്തില്ലാത്ത സമയത്ത് എന്നെ അപഹരിച്ചു എന്നുള്ളതാണ്. അതുപോലെ ആരുമില്ലാത്ത സമയത്ത് നീയും എന്നെ അപഹരിക്കാൻ പാടില്ല. രാവണനുമായി യുദ്ധം ചെയ്ത് അവനെ നിഗ്രഹിച്ച് എന്നെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയ ധർമ്മം. നീ ഒരിക്കലും രാവണനെ പോലെ ആവരുത്. അതാണ് വീര്യവും പൗരുഷവും. സീതാമാതാവ് എന്താ പറയുന്നത്? യുദ്ധം ചെയ്യാൻ. അതാണ് വീര്യവും പൗരുഷവും. താൻ വിഡ്ഢിത്തം പറഞ്ഞു പോയതിനെ പറ്റി ഓർത്ത് ദുഃഖിച്ച് നാണിച്ച് നമ്മുടെ ഹനുമാൻ സ്വാമി തല കുമ്പിട്ട് നിന്നു. തൻ്റെ തെറ്റിൻ്റെ പ്രായശ്ചിത്തം എന്നതുപോലെ സീതാദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ആഞ്ജനേയ സ്വാമി മാപ്പ് ചോദിച്ചു. ആഞ്ജനേയ സ്വാമി പറഞ്ഞു, മാതാവേ, എത്രയും വേഗത്തിൽ ഇവിടെ നിന്ന് ദേവിയെ മോചിപ്പിക്കണം എന്നുള്ള അടിയൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഇതുപോലെ ഒരു അവിവേകം സംസാരിച്ചു പോയത്. ദേവി അത് ക്ഷമിക്കൂ. മർക്കട സഹജമായിരിക്കുന്ന വിവരദോഷം അടിയനും സംഭവിച്ചിരിക്കുന്നു. മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. അങ്ങനെയുള്ള ഒരു വിവരദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അത് എനിക്കും സംഭവിച്ചു പോയി. ആവേശം കൊണ്ട് നീതിശാസ്ത്രങ്ങൾ മറന്ന് നിസാരനെ പോലെ പെരുമാറിയ എന്നോട് അമ്മ പൊറുക്കണേ എന്നാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ചോദിക്കുന്നത്. അപ്പോൾ സീതാമാതാവ് പറയാണ്, എഴുന്നേൽക്കൂ കുമാര, ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കില്ല. മാതാവിൻ്റെ ദുഃഖം കാണുമ്പോൾ ഏതൊരു മകനും ഉണ്ടാവുന്ന ഒരു മാനസികമായിരിക്കുന്ന വികാരം മാത്രമാണിതെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചു കേൾക്കണം. ആഞ്ജനേയ സ്വാമി പറഞ്ഞു, കൽപ്പിക്കൂ ദേവി, അടിയൻ എന്താണ് ചെയ്യേണ്ടത്, ഉത്തരവിടൂ എന്ന് പറഞ്ഞു. അപ്പോൾ സീതാമാതാവ് പറയാണ്, ആഞ്ജനേയ, നീ മടങ്ങിച്ചെന്ന് ഈ ഉള്ളവൾ അനുഭവിക്കുന്ന വേദനകൾ ശ്രീരാമദേവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. 2 മാസത്തെ കാലാവധി രാവണൻ എനിക്ക് തന്നിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് രാവണാദി രാക്ഷസന്മാരെ എല്ലാവരെയും നിഗ്രഹിച്ചുകൊണ്ട് ഈ ഉള്ളവളെ രക്ഷിക്കണമെന്ന് ശ്രീരാമദേവനോട് കൽപ്പിച്ചാലും അപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിർഭാഗ്യവതിയായിരിക്കുന്ന എന്നെ എന്നേക്കുമായി മറക്കാൻ അദ്ദേഹത്തോട് പറയണം. 14 വർഷങ്ങൾ അവസാനിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് രാമദേവൻ അയോധ്യയിൽ മടങ്ങിയെത്തിയില്ല എങ്കിൽ അഗ്നികുണ്ഡത്തിൽ ചാടി താൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഉത്തമനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ആയിരിക്കുന്ന ഭരതൻ സത്യം ചെയ്തിരിക്കുന്നത്. ദയവ് ചെയ്ത് അയോധ്യയിലേക്ക് മടങ്ങിച്ചെന്ന് ഭരതനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഈ ഉള്ളവൾ അപേക്ഷിച്ചതായി ശ്രീരാമദേവനോട് അവിടുന്ന് പറഞ്ഞാലും. നിരാശയോടു കൂടിയാണ് നമ്മുടെ സീതാമാതാവ് ഈ ഒരു വാക്ക് പറഞ്ഞത്. അത് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഹനുമാൻ സ്വാമി കേൾക്കുന്നത്. ഹനുമാൻ സ്വാമി പറഞ്ഞു, മാതാവേ, നിരാശയോടു കൂടിയുള്ള അവിടുത്തെ വാക്കുകൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. ലോകൈകനാഥനായിരിക്കുന്ന രാമദേവൻ്റെ ശക്തിയെക്കുറിച്ച് അവിടുത്തേക്ക് എന്താ ഇത്ര സംശയം? ദേവി ലങ്കാനഗരത്തിലുണ്ടെന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ പല കോടി വാനരന്മാരും ഒത്തുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു ലങ്കാനഗരത്തിലേക്ക് വരാൻ ഒരുങ്ങിയതാണ്. ഈ ഉള്ളവനേക്കാൾ ശക്തിയും ബുദ്ധിയുമുള്ള അനേക കോടി മർക്കട വീരന്മാർ സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുവാദത്തിനായി കാത്തിരിക്കുകയാണ് ദേവി. രാവണാദി രാക്ഷസന്മാരെ കുലത്തോടെ നിഗ്രഹിക്കുവാൻ ശ്രീരാമദേവൻ 1 മാസക്കാലത്തിനുള്ളിൽ ദേവിയെ മോചിപ്പിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. എല്ലാവരെയും വധിക്കും ശ്രീരാമചന്ദ്ര പ്രഭു, സംശയമില്ല. ഈ എളിയവൻ്റെ വാക്കുകളെല്ലാം വിശ്വസിച്ച് സമാധാനത്തോടെ ഇരിക്കൂ ദേവി എന്നാര് പറഞ്ഞു? ഹനുമാൻ സ്വാമി പറഞ്ഞു. സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഇതുപോലെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ? കമൻസ് പ്ലീസ്, കമൻസ്. ഉണ്ട്. സ്പീഡ് കൂടുതലാ?
ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു ആശ്വാസം നൽകുന്ന വാക്കുകൾ കേട്ടപ്പം ആശ്വാസം കണ്ടെത്തിയ സീതാദേവി എന്തു ചെയ്തു? ദേവി സൂക്ഷിച്ചിരുന്ന ചൂടാരത്നം അടയാളമായിട്ട് മാരുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ സീതാദേവി സൂക്ഷിച്ചിരുന്ന ചൂടാരത്നം എടുത്തിട്ട് ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ദേവി എന്ത് ചെയ്തു? ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ചു. ദേവിയുടെ കയ്യിൽ നിന്ന് ചൂടാമണി സ്വീകരിച്ചിട്ട് ഹനുമാൻ സ്വാമി ഭയഭക്തിയോടുകൂടി അത് തൻ്റെ കണ്ണുകളിൽ അർപ്പിച്ച് വാസനാഗ്രഹത്തിൽ ജാഗ്രതയോടുകൂടി ബന്ധിച്ചങ്ങ് സൂക്ഷിച്ചു. ഹനുമാൻ സ്വാമി പറഞ്ഞു, മാതാവേ, എളിയവനായ അടിയനെ ശ്രീരാമദേവൻ വിശ്വസിക്കുമെങ്കിലും അടയാള വാക്യങ്ങൾ ഏതാനും അറിയിക്കുമെങ്കിൽ രാമദേവ ചിത്തം സമാധാനപ്പെടുമെന്നതാണ് സത്യം. സന്തോഷിക്കുകയും ചെയ്യും. എന്താ പറഞ്ഞത്? എളിയവനായിരിക്കുന്ന അടിയനെ ശ്രീരാമദേവൻ വിശ്വസിക്കും. അതായത് ഹനുമാൻ സ്വാമി പറയണ, ഹനുമാൻ സ്വാമിയെ ശ്രീരാമസ്വാമി വിശ്വസിക്കും. എങ്കിലും അടയാള വാക്യങ്ങൾ ഏതാനും എന്തെങ്കിലും ഒരു അടയാളം അറിയിക്കുകയാണെങ്കിൽ ശ്രീരാമദേവ ചിത്തം, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ശ്രീരാമസ്വാമിയുടെ മനസ്സ് സമാധാനപ്പെടും, സന്തോഷിക്കും. അപ്പോൾ സീതാദേവി പറഞ്ഞു, ആഞ്ജനേയ, ചിത്രകൂടത്തിൽ വസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം എൻ്റെ കാലിൽ മുള്ളു തറച്ച് നടക്കാൻ പോലും വയ്യാതെ ഞാൻ വേദനിക്കുന്നത് കണ്ടപ്പോൾ രാമദേവൻ എന്നോട് പറഞ്ഞു, കല്ലും മുള്ളും നിറഞ്ഞ ഈ കാട്ടിലേക്ക് നീ വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ദേവി? അതൊന്നും അനുസരിക്കാതെ നീ നമ്മുടെ കൂടെ യാത്ര ചെയ്തു. സാരമില്ല, നാം നിന്നെ ഭരതനോടൊപ്പം അയോധ്യയിലേക്ക് മടക്കി വിടാം. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സീതാദേവിയുടെ ഹൃദയം അങ്ങ് വേദനിച്ചു. ഭരതനോടൊപ്പം അയോധ്യയിലേക്ക് എന്നെ മടക്കി അയക്കരുത് എന്ന് ഞാൻ ശ്രീരാമദേവനോട് അഭ്യർത്ഥിച്ചു. ദേവൻ അത് ചെവിക്കൊണ്ടു. അതായത് ശ്രീരാമസ്വാമി അത് കേട്ടു, അനുസരിച്ചു. എന്നിട്ടോ സീതാദേവി ശ്രീരാമപാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പറഞ്ഞു വിടരുതെന്നും പറഞ്ഞുകൊണ്ട് സീതാദേവി ശ്രീരാമപാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. അതുപോലെ വേറൊരു ദിവസം എന്താ ഉണ്ടായേ? ചിത്രകൂടത്തിൻ്റെ അരികിലുള്ള ഒരു മന്ദാകിനി നദിയുടെ തീരത്ത് പ്രകൃതിയിൽ ആ മനോഹാരിത എല്ലാം ആസ്വദിച്ചു കൊണ്ടിങ്ങനെ സീതാദേവി കിടക്കുന്ന സമയത്ത് എൻ്റെ ശാരീരിക സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട്, അതായത് സീതാദേവിയുടെ ശരീര സൗന്ദര്യം കണ്ടിട്ട് ഇന്ദ്രൻ്റെ മകനായിരിക്കുന്ന ജയന്തൻ കാക്കയുടെ രൂപം എടുത്തുകൊണ്ട് നേരെ സീതാദേവിയെ സ്പർശിക്കാൻ ആഗ്രഹിച്ചു. ഇന്ദ്രൻ്റെ മകനായിരിക്കുന്ന ആരാണ്? ജയന്തൻ. കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് സീതാദേവിയെ സ്പർശിക്കാൻ ആഗ്രഹിച്ചു. എന്നെ കൊത്തുവാനെടുത്ത ആ മായായ കാക്കയെ എത്ര തന്നെ വിരട്ടി 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 ഓടിച്ചിട്ടും വീണ്ടും വീണ്ടും വന്ന് സീതാദേവിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. സഹികെട്ട സീതാദേവി എന്ത് ചെയ്തു? ശ്രീരാമസ്വാമിയോട് ഈ കാര്യം പറഞ്ഞു. കാക്കയുടെ രൂപത്തിൽ വന്നിരിക്കുന്നവൻ വിടനായിരിക്കുന്ന ജയന്തനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു ശ്രീരാമസ്വാമിക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പുല്ലിങ്ങ് പറിച്ചിട്ട് മന്ത്രം ജപിച്ച് അങ്ങ് വിട്ടു. അത് ബ്രഹ്മാസ്ത്രമായിട്ട് മാറിയിട്ട് ഇന്ദ്രൻ്റെ പുത്രന് നേരെ പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രമാക്കി മാറ്റിയിട്ട് ഒരു പുല്ലെടുത്തിട്ട് ജപിച്ച് ബ്രഹ്മാസ്ത്രമാക്കി മാറ്റിയിട്ട് ശ്രീരാമസ്വാമി എന്ത് ചെയ്തു? ഇന്ദ്രൻ്റെ മകൻ്റെ നേരെ അങ്ങ് വിട്ടു. ശ്രീരാമനായിരിക്കുന്ന ലോകരാജാവിൻ്റെ ബാണത്തെ പേടിച്ച് ജീവൻ ഇപ്പം നഷ്ടപ്പെടുന്നുള്ള ആ പ്രാണവേദനയോടുകൂടി പേടിച്ച് ഓടിയ ജയന്തൻ നേരെ പോയി സീതാദേവിയുടെ കാല് പിടിച്ചു. രാമദേവനെ നേരിടാനുള്ള ശക്തിയും ധൈര്യവും എനിക്കില്ല, അതുകൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അവശനും ദുഃഖിതനുമായിരിക്കുന്ന ജയന്തൻ എന്താ ഉണ്ടായത്? പ്രാണരക്ഷ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമദേവൻ്റെ തൃപ്പാദങ്ങളിൽ വീണങ്ങ് കരയാൻ തുടങ്ങി. കരുണാമയനായിരിക്കുന്ന ദേവൻ ജയന്തന് അഭയം നൽകി. കാരണം ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ആരാണോ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നത് അവർക്ക് എന്ത് കൊടുക്കണം എന്നാ പറയുന്നത്? അഭയം നൽകണമെന്നാണ് പറയുന്നത്. എങ്കിലും രാമസായകത്താൽ ഒരു നേത്രം അങ്ങ് നഷ്ടപ്പെട്ടു. എന്നാൽ കൂടിയും ജയന്തൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. ഇന്ദ്രൻ്റെ മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം.
ഈ വിവരങ്ങൾ ഞാനും എൻ്റെ ഭർത്താവായിരിക്കുന്ന ശ്രീരാമസ്വാമിക്കും മാത്രം അറിയുന്ന രഹസ്യ കാര്യങ്ങളാണ്. ഈ അടയാളങ്ങളെല്ലാം പറഞ്ഞാൽ രാമദേവൻ നിന്നെ വിശ്വസിക്കും ഹനുമാൻ സ്വാമി. തുടർന്ന് സീതാദേവി മാരുതിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. സീത പറഞ്ഞു, മാരുതി, ആത്മനാഥൻ്റെ വരവും കാത്ത് സകലതും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ആത്മവേദനയോടുകൂടി കാലം കഴിക്കുകയാണ്. നീ അത് പോയിട്ട് രാമസ്വാമിയോട് പറയൂ. സുമിത്രാത്മജനോടും സൂര്യപുത്രനോടും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, ലോകമാതാവേ, അവിടുത്തെ കൽപ്പനകളെല്ലാം കേട്ട് ശിരസാ വഹിച്ചുകൊണ്ട് രാമദേവനെയും ലക്ഷ്മണകുമാരനെയും സുഗ്രീവനെയും ഒക്കെ കണ്ട് സന്തോഷത്തോടു കൂടി ഈ വിവരങ്ങളെല്ലാം ഞാൻ അറിയിക്കാം. അടിയന് അനുഗ്രഹം നൽകി പറഞ്ഞു വിട്ടാലും എന്ന് ചോദിച്ചു. സീതാദേവിയെ പല പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുകൊണ്ട് മാരുതി എന്ത് ചെയ്തു? ഭക്തിയോടുകൂടി മാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് മടക്കയാത്രയ്ക്കായിട്ട് ഇങ്ങനെ അനുവാദവും കാത്തു നിൽക്കുകയാണ്. അപ്പം സീതാദേവി പറഞ്ഞു, അഞ്ജനാപുത്ര, നല്ലവനായ നിനക്ക് നല്ലതേ വരൂ. അതുപോലെ സീതാരാമന്മാരുടെ നാമങ്ങൾ നിലനിൽക്കുന്ന കാലം വരേക്കും അവരുടെ മാനസപുത്രനായിരിക്കുന്ന നിന്റെ നാമവും നിലനിൽക്കും എന്ന് പറഞ്ഞു. നിന്നെ സ്മരിക്കാതെ നമ്മെ ഭജിക്കുന്നവരുടെ പ്രാർത്ഥന നാം ഒരിക്കലും കൈക്കൊള്ളില്ല. സീതാമാതാവ് പറഞ്ഞു, ഹനുമാൻ സ്വാമിയെ ഭജിക്കാതെ ആരാണോ സീതാരാമൻ്റെ കാലുകൾ പിടിക്കുന്നത് അവർക്കൊരിക്കലും അവരുടെ പ്രാർത്ഥന കേൾക്കില്ല. നിനക്ക് നല്ലത് മാത്രം വരട്ടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. സീതാദേവിയെ വന്ദിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി മടക്കയാത്രയ്ക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ കിഴക്കുള്ള ആകാശം ഇങ്ങനെ ചുവന്ന് വരിക. കിഴക്ക് ദിക്കിൽ സൂര്യൻ ഉദിച്ചു. പ്രകൃതി ഉണർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലങ്കാനഗരവും ഉണർന്നു. ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്? രാത്രിയിൽ. തൻ്റെ കർത്തവ്യം നല്ല കൃത്യമായിട്ട് ചെയ്ത ആഞ്ജനേയ സ്വാമി കിഷ്കിന്ധ്യയിലേക്ക് പോകുന്നതിന് മുൻപ് അശോകവനത്തിൽ നിന്ന് ഒരു തലേണെടുത്തൊരു മോനെ, ഒരു തലേണെടുത്തിട്ടു, ഒരു മിനിറ്റേ. അശോകവനത്തിൽ നിന്ന് അല്പമൊന്ന് ആലോചിച്ചു. ശത്രു നഗരത്തിലെത്തിയിട്ട് സകല സ്ഥലങ്ങളും കണ്ട് തന്നോട് ശത്രുവിൻ്റെ ഫലത്തെക്കുറിച്ച്, ഈ ശത്രു നഗരമായിരിക്കുന്ന അശോകവനത്തിൽ ഞാൻ വന്നു, ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടു. ഇനി സുഗ്രീവൻ ചോദിക്കുകയാണ്, എന്താണ് ശത്രുവിൻ്റെ ഫലം എന്ന് ചോദിച്ചാൽ എന്തു പറയും? അല്ലേ? എന്താണ് ശത്രുവിൻ്റെ ഫലം എന്ന് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ഹനുമാൻ സ്വാമി ഇങ്ങനെ ആലോചിക്കണം. രാവിലെ ഇരുന്ന് ക്ലാസ് എടുത്താറും ബാക്ക് പെയിൻ. അപ്പം അദ്ദേഹം പറയാണ്, എന്താണ് ശത്രുവിൻ്റെ ഫലം എന്ന് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ഹനുമാൻ സ്വാമി ചിന്തിച്ചു. ദൂതനായി വന്നിരിക്കുന്ന ദൂതനായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ഹനുമാൻ സ്വാമി വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും രാവണൻ്റെ ശക്തി എന്താണെന്നറിയാതെ ഞാൻ മടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഏത് രീതിയിലാണ് ഞാൻ ശത്രുവിൻ്റെ ഫലം എന്താണെന്ന് തിരിച്ചറിയാം? രാവണൻ്റെ സഭാമണ്ഡപത്തിൽ പ്രവേശിച്ചിട്ട് അവനുമായിട്ടൊരു ബലപരീക്ഷണം നടത്തിയാൽ അവൻ്റെ ആ ഒരു ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഹനുമാൻ സ്വാമി ആലോചിക്കുകയാണ്. അതിലും നല്ല മാർഗം ലങ്കാപുരിയിൽ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കാം. ഹനുമാൻ സ്വാമിയുടെ ചിന്ത പോകുന്നത് നോക്കണം. കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കാം ലങ്കാപുരിയിൽ, അത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രാവണൻ്റെ കിങ്കരന്മാർ എന്നെ പിടികൂടും. ഹനുമാൻ സ്വാമി ആലോചിക്കണം, അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ രാവണൻ്റെ കിങ്കരന്മാർ ഹനുമാൻ സ്വാമിയെ പിടികൂടും. പിടികൂടിയിട്ട് എവിടെ കൊണ്ടുപോകും? രാവണൻ്റെ കൊട്ടാരത്തിൽ, രാവണൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകും. ഇതിളക്കല്ലേ? രാവണൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ ശ്രദ്ധ ആരുടെ നേരെ വരും? ഹനുമാൻ സ്വാമിയുടെ നേരെ വരും. അശോകവനത്തെ കാര്യമായിട്ടൊന്ന് നിരീക്ഷിച്ചിട്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ഒരു വഴി കണ്ടെത്തി. അശോകവനം എന്ന് പറയുന്നത് രാവണൻ്റെ
കൊട്ടാരത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടമാണ്. മറ്റുള്ള എല്ലാ ഉദ്യാനത്തെക്കാളും ഏത് പൂന്തോട്ടത്തെക്കാളും കമനീയമായിരിക്കുന്ന രാവണന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ അശോകവനം എന്ന് പറയുന്നത്. ഇവിടെ കുഴപ്പം വന്നാൽ രാവണന് ദേഷ്യം വരും. തന്നെ പിടികൂടുന്നതിന് കിങ്കരന്മാരെ രാവണൻ നിയോഗിക്കും. ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? വിജൃംഭിതനായി നിന്ന് ആഹ്ലാദത്തോടെ ഉറക്കെ ഒന്ന് ഗർജിച്ചു എന്നാണ് പറയുന്നത്. സന്തോഷം കൊണ്ടൊന്ന് ഗർജിച്ചു. ലങ്കാ നഗരം അങ്ങ് വിറച്ചു. സീതാദേവിക്ക് ചുറ്റും ഇങ്ങനെ മലർന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന രാക്ഷസികളൊക്കെ ഞെട്ടി അങ്ങ് എഴുന്നേറ്റു. അമ്പരത്തിലേക്ക് ഉയർന്ന് വെട്ടിയിട്ട വൃക്ഷങ്ങളെ പോലെ ആ ശബ്ദം, ഈ രാക്ഷസിമാർ ആ ശബ്ദത്തിൻ്റെ പ്രകമ്പനത്തിൽ അങ്ങ് പൊങ്ങി അങ്ങ് താഴേക്ക് വീണു. പുലർക്കാല സന്ധ്യയിലെ നല്ല കുളിരൊക്കെ കൊണ്ടിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിരുന്ന കുറേ രാക്ഷസ ദമ്പതിമാരുണ്ടായിരുന്നു. അവരെല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് ചാടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് വീണു. തൊട്ടിലൊക്കെ കിടന്നിരുന്ന കുറേ രാക്ഷസ കുമാരന്മാർ പേടിച്ച് വിറച്ച് നാലുപാടും നോക്കി കരയാൻ തുടങ്ങി. ഭൂകമ്പമാണോ, കൊടുങ്കാറ്റാണോ? സൗണ്ട് കുറയ്ക്കാൻ പറ, അല്ലെ ക്ലോസ് ചെയ്യാൻ പറ. കൊടുങ്കാറ്റാണോ അല്ലെങ്കിൽ ഭൂകമ്പമാണോ എന്താണെന്നറിയാതെ പ്രകൃതിക്ഷോഭം കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചെന്നറിയാണ്ട് രാക്ഷസന്മാരൊക്കെ പേടിച്ചു. അശോകവനത്തിലെ വൃക്ഷങ്ങളുടെ മരങ്ങളുടെ ആ ഒരു കൊമ്പുകളെല്ലാം തന്നെ ഒടിച്ചെടുത്ത് ഹനുമാൻ സ്വാമി ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിൽ, മറ്റേ കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിൽ ഇങ്ങനെ ചാടി 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 എല്ലാ മരങ്ങളെയും അങ്ങ് പൊട്ടിച്ചെറിയാൻ തുടങ്ങി. ചെടികളും കൊടികളുമൊക്കെ ഒരുപോലെ നശിപ്പിച്ച് വേരോടെ പിഴുതെടുത്ത് മരങ്ങളെല്ലാം എടുത്ത് അതെടുത്ത് 4 ഭാഗത്തേക്കും വീശിക്കൊണ്ട് ഇങ്ങനെ നടക്കാണ് ഹനുമാൻ സ്വാമി. അലങ്കാരമാനങ്ങളും പളുങ്കു മണ്ഡപങ്ങളും ഒക്കെ തകർത്ത് നശിപ്പിച്ച് വായുപുത്രൻ ഇങ്ങനെ താമര പൊയ്കളുടെ ചുറ്റുമതിലുകളൊക്കെ അടിച്ച് തകർത്ത് അതിലൂടെ ജലാശയത്തിലിറങ്ങി വെള്ളമൊക്കെ തള്ളി തെറിപ്പിച്ച് ശാഖകളിലും ലതാതലങ്ങളിലുമൊക്കെ കൂടുകെട്ടി പാർത്തിരുന്ന കുറേ പറവകളുണ്ടായിരുന്നു. ഈ പറവകളൊക്കെ ഉച്ചത്തിൽ ചെലച്ചുകൊണ്ട് നാലുപാടും പേടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ജീവൻ പോകുന്നുള്ള ഭീതിയിൽ, ആ പേടിയിൽ വളർത്തുമൃഗങ്ങൾ എന്ത് ചെയ്ത് ദയനീയമായി കരഞ്ഞുകൊണ്ട് ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഓടുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്കൊന്നും. ഭയങ്കര ശബ്ദമാണ് കേൾക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥ. ഘോരമായിരിക്കുന്ന ആ ഒരു ശബ്ദമെല്ലാം കേട്ട് അശോകവനത്തിലെത്തിയ രാക്ഷസികൾ എന്താ ചെയ്തത്? ഒരു കുരങ്ങൻ അശോകവനം മുഴുവൻ നശിപ്പിക്കുന്നതാണ് രാക്ഷസിമാർ കാണുന്നത്. ഓടിച്ചെന്ന് പേടിച്ച് രാവണൻ്റെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങളെല്ലാം രാക്ഷസികൾ പറഞ്ഞു. നിസ്സാരനായിരിക്കുന്ന ഒരു കുരങ്ങൻ വന്നിട്ട് ലങ്കേശാധിപതിയായിരിക്കുന്ന രാവണൻ്റെ അശോകവനി നശിപ്പിക്കുന്നെന്നോ? രാവണന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ചില രാക്ഷസ വീരന്മാരെ തൻ്റെ അരികിലേക്ക് രാവണൻ വിളിച്ചു. രാവണൻ പറഞ്ഞു, രാക്ഷസ വീരന്മാരെ, ഏതോ ഒരു കുരങ്ങൻ അശോകവനിയിലെ ചെടികളെല്ലാം നശിപ്പിക്കുന്നുണ്ടെന്ന് പോലും. നിങ്ങൾ ജഡുതിയിൽ അവിടെ ചെന്ന് ആ കുരങ്ങനെ ബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരൂ. ഒരു കാര്യം, ആ കുരങ്ങനെ ഉടനെ വധിക്കരുത്. അതെപ്രകാരം ലങ്കാ നഗരത്തെ പ്രാപിച്ചു എന്നറിയേണ്ടിയിരിക്കുന്നു. അത് വളരെ അത്യാവശ്യമാണ്. അത്രയും പറഞ്ഞ് രാവണൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആയുധങ്ങളും കയ്യിൽ പാശവുമേന്തിയ രാക്ഷസ വീരന്മാരെ നിങ്ങൾ ഉടനെ ചെല്ലൂ. ഇത്രയും കേട്ടപ്പോൾ രാക്ഷസ വീരന്മാരെന്ത് ചെയ്ത്? രാവണൻ പറഞ്ഞത് കേട്ടിട്ട് ഹനുമാൻ സ്വാമിയെ പിടിക്കാൻ ഓടി. കയ്യിൽ കയറുമായിട്ട് ഹനുമാൻ സ്വാമിയെ ബന്ധിക്കാൻ വരുന്ന രാക്ഷസ വീരന്മാരെ അകലെ വെച്ച് ദൂരെ വെച്ച് കണ്ട ഹനുമാൻ സ്വാമി പരിഹസിച്ചുകൊണ്ട് പോരിന് വിളിച്ചു. എന്നിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, രാക്ഷസ പരിശകളെ, നമ്മെ ബന്ധിക്കുന്നതിന് കയറിയിൽ കയറുമായി വരുന്ന നിങ്ങളെ യമപുരിയിലേക്ക് യാത്രയയക്കാൻ നമുക്കത്ര നേരം വേണ്ട എന്നാണ് ഹനുമാൻ സ്വാമി പറഞ്ഞത്. അശോകവനത്തിൽ കയറിയ രാക്ഷസന്മാർ ഹനുമാൻ സ്വാമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുപാട് ആയുധങ്ങൾ അങ്ങ് വിട്ടു. അടുത്ത് നിന്നിരുന്ന വൻ വൃക്ഷമെടുത്തിട്ട് പിഴുതെടുത്ത ആഞ്ജനേയ സ്വാമി രാക്ഷസന്മാർക്ക് നേരെ അങ്ങ് പ്രയോഗിച്ചു. വൃക്ഷവും അതിൻ്റെ കൊമ്പും ചില്ലയും എല്ലാം ഈ രാക്ഷസന്മാരുടെ മേൽ വന്ന് വീണു. എന്നിട്ടോ
ഹനുമാനെ കണ്ട് പേടിച്ചു വിറച്ച രാക്ഷസന്മാർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അവരെ പിന്തുടർന്നോടിയ ഹനുമാൻ സ്വാമി എന്തത് വൃക്ഷം കൊണ്ട് താണ്ഡവമാടിയിട്ട് അവരെ നിഗ്രഹിച്ചു. മരണപ്പെട്ട രാക്ഷസന്മാരുടെ ഭാര്യമാരെല്ലാം കൂടെ കരഞ്ഞുകൊണ്ട് രാവണനോട് സങ്കടം പറയാൻ വന്നു. രാവണൻ പറഞ്ഞു, ജംബുമാലി, ചാട്ടം പിഴച്ച് അശോകവനത്തിലെത്തിയ ഒരു നീച മർക്കടൻ നമ്മുടെ രാക്ഷസ വീരന്മാരെയൊക്കെ വധിച്ചിരിക്കുകയാണ്. നീയും നിൻ്റെ അനുജന്മാരും ചെന്നിട്ട് അവനെ കൂടി നമ്മുടെ മുൻപിലേക്ക് പിടിച്ചുകൊണ്ട് വാ, വിടരുത് അവനെ എന്ന് പറഞ്ഞു. അപ്പം ജംബുമാലി പറഞ്ഞു, ഉത്തരവ് പ്രഭു, നാം ഇപ്പം തന്നെ പോകുമെന്ന് പറഞ്ഞു. കുരങ്ങനെ ഇപ്പം തന്നെ പിടിച്ചു കെട്ടി കൊണ്ടുവരാമെന്നും പറഞ്ഞ് ലങ്കാധിപതിൻ്റെ പാദങ്ങളിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ജാംബുമാലി എന്ത് ചെയ്തു? രഥത്തിൽ കയറി രാക്ഷസ വീരന്മാരോടൊത്ത് അശോകവനത്തിലേക്ക് യാത്ര തിരിച്ചു. അശോകവനത്തിലെത്തിയ സ്തൂപികൾ ഇടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്ന ഹനുമാനെ ലക്ഷ്യമാക്കി 1000 അസ്ത്രങ്ങൾ ജംബുമാലി അങ്ങ് പറഞ്ഞു വിട്ടു. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ തൻ്റെ ഗാത്രത്തിൽ പതിഞ്ഞിട്ടും അശ്രദ്ധയോടുകൂടിയാണ് ഹനുമാൻ സ്വാമി ഇരിക്കുന്നത്. ആരും എന്തു അയക്കുന്നു, അതെനിക്കൊരു വിഷയമേ അല്ല എന്ന ഭാവത്തിൽ തൻ്റെ ശരീരം ഒന്ന് വ്യജംഭിച്ചു. അതായത് ദേഷ്യം കൊണ്ടൊന്നും കൂടെ വികസിപ്പിച്ചു. അടുത്ത ക്ഷണത്തിൽ അസ്ത്രങ്ങളെല്ലാം തെറിച്ച് താഴേക്ക് വീണു. ദേഷ്യം വന്ന ജംബുമാലി എന്ത് ചെയ്തു? ഹനുമാന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. വളരെ നിസാരമായ ഭാവത്തോടുകൂടി അതെല്ലാം ഹനുമാൻ സ്വാമി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഒരു തരത്തിലും എന്താ പറയുക, അങ്ങനെ ഒരു ഭയങ്കരമായൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഇവരെ കണ്ണിൽ ഒരു ചെറിയൊരു മർക്കടൻ, ഒരു കുരങ്ങൻ. ഈ നിസാരം ഒരു കുരങ്ങൻ എങ്ങനെ ഇങ്ങനെ ചെയ്യും? ഇതാണ് ഈ രാക്ഷസന്മാരുടെ ചിന്ത. രാക്ഷസന്മാരെ എടുത്തിട്ട് അങ്ങോട്ട് ഹനുമാൻ സ്വാമി വലിച്ചെറിയാണ്. ജംബുമാലിയും മറ്റുള്ള രാക്ഷസന്മാരും എന്ത് ചെയ്ത്? ഉടനെ പോയിട്ട് ഹനുമാൻ സ്വാമി അങ്ങ് വളഞ്ഞു. ആവേശത്തോടുകൂടി പടപൊരുതിയ മാരുതിയെ ബന്ധിക്കാൻ, കെട്ടി കൊണ്ടുപോകാൻ ഈ രാക്ഷസന്മാർ തയ്യാറായി. ദേഷ്യം വന്ന ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? രഥത്തോടുകൂടി ജംബുമാലി അങ്ങ് പൊക്കിയെടുത്തു. ഒരൊറ്റ ഏറ് ആകാശത്തേക്ക്, വാടാ അവിടെ എന്നും പറഞ്ഞിട്ട് പൊക്കിയെടുത്തിട്ട് ജംബുമാലി ഒരൊറ്റ ഏറ് കൊടുത്തു. രഥം വന്ന് പതിച്ചത് 1000 രാക്ഷസന്മാരുടെ മേലെ. എല്ലാം ചത്തുപോയി. അവശനായി നിലം പതിച്ചു ആര്? ജംബുമാലി. ആ ജംബുമാലിയുടെ കാലിന് പിടിച്ചിട്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? തൻ്റെ തലയ്ക്ക് മേലെ 4 കറക്കം കറങ്ങിയിട്ട് ഒരൊറ്റ അടി താഴെ. പ്രഹസ്താപുത്രനായിരിക്കുന്ന ജംബുമാലി മരിച്ചു. ഇതറിഞ്ഞപ്പോഴത്തേക്കും രാവണന് ഭയങ്കര ദേഷ്യമായി. തൻ്റെ മന്ത്രിമാരുടെ 7 മക്കളെയും രാക്ഷസ വീരന്മാരെയൊക്കെ ഈ മർക്കടൻ, ഈ കുരങ്ങൻ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. വാനരബന്ധനത്തിനായി, അതായത് ഹനുമാൻ സ്വാമിയെ പിടിച്ച് കെട്ടാനായിട്ട് യുദ്ധസന്നാഹങ്ങളോടുകൂടി പുറപ്പെട്ട് ചെല്ലുകയാണ് ആര്? മന്ത്രികുമാരന്മാരും രാക്ഷസ യോദ്ധാക്കളും എല്ലാവരും ആഞ്ജനേയ സ്വാമിയെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിച്ചു. ഒറ്റയ്ക്ക് നിന്ന് അവരോടായിട്ട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്ത് മാരുതി എന്താ ചെയ്യുന്നത്? വൻ വൃക്ഷങ്ങളൊക്കെ പിഴുതെടുത്തിട്ട് രാക്ഷസൻ വീരന്മാരെ തല്ലി ചതച്ച് എന്താ പറയുക, കാലപുരിയിലേക്ക് അയച്ചു. ഇവിടെയും രാക്ഷസന്മാർ തോറ്റു. ഇടതടവില്ലാതെ വരികയാണ് അസ്ത്രങ്ങൾ. അങ്ങനെ തൊടുത്തുവിട്ട് ശല്യപ്പെടുത്തിയ മന്ത്രികുമാരന്മാരുടെ നേരെ ചൈത്രമണ്ഡപത്തിൻ്റെ സ്തംഭവും ഇളക്കിയെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ചൈത്രമണ്ഡപം എന്ന് പറയുന്ന മണ്ഡപത്തിൻ്റെ സ്തംഭം തൂണും ഇളക്കിയെടുത്തിട്ട് മാരുതി അങ്ങ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. ഓരോരുത്തരായി രഥത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ട് മണ്ഡപസ്തംഭങ്ങൾ ഇടിച്ച് ചതച്ചങ്ങ് തകർത്ത് കളഞ്ഞു. മണ്ഡപസ്തംഭം തന്നെ തകർത്തു കളഞ്ഞു. മന്ത്രികുമാരന്മാരൊക്കെ മരിച്ചു എന്ന് കേട്ടപ്പോഴേക്കും ഒരു സാധാരണ വാനരന് ഇത്രയും ശക്തിയോ എന്ന് അത്ഭുതപ്പെട്ടു ആര്? നമ്മുടെ രാവണൻ. വിരൂപാക്ഷൻ, യൂപാക്ഷൻ, ദുർധരൻ, പ്രകടൻ, ദാസകർണൻ എന്നിങ്ങനെ 5 രാക്ഷസന്മാരുടെ സേനാനായകരെയും അനേകം രാക്ഷസ വീരന്മാരെയും എല്ലാവരെയും വാനരൻ അങ്ങോട്ട് കൊന്നു. രാക്ഷസ സേനാനായകന്മാരെയും രാക്ഷസ വീരന്മാരെയൊക്കെ ഒരുമിച്ച് ഉത്സാഹത്തോടുകൂടി ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? പ്രചണ്ഡാമാരുതനെ പോലെ അവരുടെ സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് വിട്ടു. എന്നിട്ടോ മുഷ്ടി ചുരുട്ടിയിട്ടാണ് കുത്തുന്നത്. കൈകാലുകൾ കൊണ്ടൊക്കെ ചവിട്ടി അംഗങ്ങളൊക്കെ ഇങ്ങനെ പിഴുതെടുത്ത് തല കൊണ്ടിടിച്ച് വൃക്ഷങ്ങളും എല്ലാം പിഴുതെടുത്ത് മണ്ഡപങ്ങളൊക്കെ ഇളക്കി എടുത്ത് ആട്ടി വലിച്ചെറിഞ്ഞ് 1/2 മണിക്കൂർ കൊണ്ട് ഹനുമാൻ സ്വാമി അവിടെ ഒരു താണ്ഡവമാടി. സന്തോഷം കൊണ്ട്
വീരവിജൃംഭനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമി ലങ്കാനഗരവും ഞെട്ടുന്ന രീതിയിൽ അത്യുച്ചത്തിൽ അങ്ങ് ഗർജിച്ചു. ആഞ്ജനേയൻ്റെ ആ ഒരു ഗർജനം കേട്ടിട്ട് ശ്രവിച്ച അനേകായിരം രാക്ഷസന്മാർ താഴെ വീണു. ഭയന്ന് വിറച്ച രാക്ഷസ സ്ത്രീകൾ 4 പാടും കയറി ഒളിക്കാൻ തുടങ്ങി. ദുഷ്ടനായിരിക്കുന്ന മർക്കടനെ എത്രയും വേഗം എന്താ ചെയ്യുന്നത്, കൊന്നിട്ട് ലങ്കാനഗരം പിടിച്ചടുക്കണം എന്നാണ് രാവണൻ ചിന്തിക്കുന്നത്. ലങ്കാധിപതിയായിരിക്കുന്ന എൻ്റെ പേരിന് പോലും ഒരു കളങ്കമില്ലാത്ത തരത്തിൽ ആ വായുപുത്രനായിരിക്കുന്ന അക്ഷകുമാരനെ വിളിച്ചിട്ട് രാവണനെ അങ്ങ് ബന്ധിക്കാൻ പറ, വിടരുതവനെ. ആ വാനരൻ സാധാരണക്കാരനല്ല, അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നതിന് കുമാരനെ നിയോഗിക്കുന്നത് ഉചിതമല്ല എന്ന് രാവണൻ അങ്ങ് വാദിച്ചു. ആരോട്? മണ്ഡോദരിയോട്. എന്നിട്ട് രാവണൻ എന്തു ചെയ്തു? തൻ്റെ ഇളയ മകനായിരിക്കുന്ന അക്ഷകുമാരനെയും അനേകം രാക്ഷസന്മാരെയും കൂടി വിട്ടു. സൈന്യങ്ങളൊത്ത് അശോകവനത്തിലേക്ക് പോയ അക്ഷയകുമാരൻ എന്താ ചെയ്തത്? അവിടുത്തെ കാഴ്ചകൾ കണ്ട് സന്ദർശിച്ച് അങ്ങ് വിസ്മരിച്ച് നിൽക്കുകയാണ്. അംഗഭംഗങ്ങൾ ഏർപ്പെട്ട് മരണമടഞ്ഞ് കിടക്കുന്ന കുറേ രാക്ഷസ വീരന്മാർ, ഒടിഞ്ഞു നിറങ്ങിക്കിടക്കുന്ന രഥങ്ങൾ, കുതിരകൾ, അടച്ച് നുറുങ്ങപ്പെട്ട് കിടക്കുന്ന മണ്ഡപങ്ങൾ, അലങ്കാരമാനങ്ങളും സ്തൂപികളും ഒക്കെ ഒടിച്ച് തകർത്തപ്പെട്ട രീതിയിൽ വൻ വൃക്ഷങ്ങളൊക്കെ പിടിച്ച് പറിച്ച് എഴുതി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്ന ഭയങ്കരമായ കാഴ്ച. അസാമാന്യനായിരിക്കുന്ന ശക്തനായിരിക്കുന്ന വീരഹനുമാനെ സാധാരണ ഒരു കുരങ്ങൻ എന്ന് തെറ്റിദ്ധരിച്ച് യുദ്ധം ചെയ്തതിൻ്റെ നാശഫലങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കിയ ശേഷം അവനുമായി യുദ്ധം ചെയ്യുന്നതിൽ ഉചിതമെന്ന് തോന്നിയ രാവണൻ്റെ മകൻ എന്ത് ചെയ്തു? വളരെ സാവധാനത്തിൽ ഹനുമാനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. രാവണൻ്റെ മകനായിരിക്കുന്ന അക്ഷയകുമാരൻ ചിന്തിച്ചുകൊണ്ട് തൻ്റെ നേരെ സാവകാശത്തിൽ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഹനുമാൻ സ്വാമി കണ്ടു. ദേഷ്യം വന്ന ആഞ്ജനേയ സ്വാമിയുടെ കണ്ണങ്ങ് ചുമന്നു. ശത്രുവിൻ്റെ ഞാണ് വലിക്കുന്ന ആ ശബ്ദം കേട്ടപ്പോൾ ആവേശഭരിതനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമി തൻ്റെ ഭുജങ്ങളിൽ നിന്ന് താണ്ടിച്ച് യുദ്ധസന്നനായി എന്താ പറയുക അക്ഷകുമാരൻ്റെ നേരെ ആക്രോശത്തോടു കൂടി ഏറ്റുമുട്ടി രാവണൻ്റെ മകൻ്റെ കൂടെ. ആഞ്ജനേയനെ ചുറ്റി നിന്ന രാക്ഷസ വീരന്മാർ പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു. പല രീതിയിലും മാരുതിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. ക്ഷുഭിതനായിരിക്കുന്ന ആഞ്ജനേയൻ എന്താ ചെയ്തത്? രാക്ഷസ വീരന്മാരെ കൂടെ കടന്ന് പിടിച്ച് പല ഭാഗങ്ങളിലേക്കും ആഞ്ജനേയ സ്വാമി എറിഞ്ഞു. ചിലരെയൊക്കെ പിടികൂടി പൊക്കിയെടുത്ത് മറ്റു ചിലരുടെ മേലെ അങ്ങ് ആഞ്ഞടിച്ചു. പലരെയും ആഞ്ജനേയ സ്വാമി എന്താ ചെയ്തത്? കൊലപ്പെടുത്തി കളഞ്ഞു. വൻ മരങ്ങളൊക്കെ പിഴുതെടുത്ത് ആഞ്ജനേയ സ്വാമി എന്താ ചെയ്തത്? അവയെ 4 പാടും ദേഷ്യത്തോടു കൂടി കറക്കി അങ്ങ് എന്താ പറയുക കളഞ്ഞു. തൻ്റെ നേരെ അക്ഷകുമാരൻ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ രാക്ഷസ വീരന്മാരെ പിടികൂടി തൻ്റെ മുമ്പിൽ അണിനിരത്തി അവരെ ഗാത്രങ്ങളിൽ പതിക്കുമാറാകാൻ അനേകം രാക്ഷസന്മാരെ അപായപ്പെടുത്തി മാരുതപുത്രൻ വീണ്ടും തന്ത്രപരമായി യുദ്ധം ചെയ്തു. ആരൊക്കെയാണോ ഹനുമാൻ സ്വാമിക്ക് നേരെ ദ്രോഹവുമായി വന്നിരിക്കുന്ന യുദ്ധം ചെയ്യാമെന്ന് അവരോടൊക്കെ തന്ത്രപരമായി ഹനുമാൻ സ്വാമി ഏറ്റുമുട്ടിയിട്ട് എന്താ ചെയ്തത്? അവരുടെ ഈ സാരഥിയെയും നമ്മുടെ തേരിനെയും എല്ലാം അടിച്ച് തകർത്ത് കൊന്നുകളഞ്ഞു. അക്ഷയകുമാരൻ്റെ ശാപങ്ങളും ശരങ്ങളും ആവനാഴിയൊക്കെ തകർത്ത ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്ത്? രാവണപുത്രനായിരിക്കുന്ന നിരായുധ പാണിയാക്കി മാറ്റി. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട അക്ഷയകുമാരന്മാർ മാരുതിയോട് ഏറ്റുമുട്ടി, ഹനുമാൻ സ്വാമിയോട് ഏറ്റുമുട്ടി. അക്ഷയകുമാരൻ്റെ മാറിടത്തിൽ നിന്ന് ഊക്കോടെ അങ്ങ് മർദ്ദിച്ചു. മർദ്ദനം കിട്ടിയപ്പോൾ, അടി കിട്ടിയപ്പോൾ അക്ഷയകുമാരൻ എന്ത് ചെയ്ത്? പിടഞ്ഞു വീണ് രക്തം ഛർദ്ദിച്ചു. അങ്ങനെ ആ രാക്ഷസ വീരന്മാരെല്ലാം മരണപ്പെട്ടു. തൻ്റെ പുത്രൻ മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പം ദശമുഖ രാവണൻ അങ്ങ് വല്ലാതെ വിഷമിച്ചു. ഒരുപാട് അദ്ദേഹത്തിന് സങ്കടം തോന്നി. ഓക്കെ, ഇപ്പം 4:35 ബാക്കി ക്ലാസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഹനുമത് ബന്ധനമാണ്. ഹനുമാൻ സ്വാമിയെ ബന്ധിപ്പിക്കും. അത് മുതലുള്ള ക്ലാസ് ഒരു 1 അവർ കഴിഞ്ഞിട്ട് എടുക്കാം. ഹാപ്പി ആണല്ലോ? എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുക്കൂ. ഞാനും പോയി കുറച്ച് നേരം കിടക്കട്ടെ. ഓക്കെ, ഓക്കെ ആണെങ്കിൽ പറയൂ. ഓക്കെ മാതാജി, ഒന്ന് റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പോയി കിടക്കും. എന്നിട്ട് നമുക്ക് ഒരു 1 അവർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരും. ഗ്രൂപ്പിൽ നോക്കണം കേട്ടോ, ലൈവ് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് ലൈവ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നതിന് ശേഷം
ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കണ്ണടഞ്ഞു പോകുന്നു. അപ്പം ഞാൻ ക്ലാസ് എടുത്താൽ ശരിയാവില്ല. ഓക്കെയാണ്? അപ്പോൾ ഒരു 1 അവർ ഒന്ന് കിടക്കട്ടെ. രാത്രിയൊക്കെ ആകുമ്പം ഒരു 2-3 മണിക്കൂറേ കിടക്കുന്നുള്ളൂ. കുറേ വായിക്കാനുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് എടുത്തിറങ്ങി ഞാൻ വായിച്ച് പഠിക്കണ്ടേ? കുറേ വായിക്കാനുണ്ട്, കുറേ ക്ലാസ്സുകൾ കേൾക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ രാത്രിയിലെ പരിപാടി. 2:30 മണിക്കൊക്കെയാണ് നമ്മൾ നമ്മുടെ സർവീസ് ഗ്രൂപ്പിലൊക്കെ ഹരേ കൃഷ്ണ ഇടാറ്. അപ്പോൾ ഞാൻ ഒരു 1 അവർ കിടന്നിട്ട് വരാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനിയും 2 ക്ലാസ് പെൻഡിങ് ആയിരിക്കും നമുക്ക്. ഒരു 5 മണി മുതൽ ഒരു 6:30 മണി വരെയൊക്കെ എടുത്തിട്ട്, ഇപ്പോൾ സമയം എത്രയായി? 4:30 ആയില്ലേ? ഒരു 5:30 മണി ഒക്കെ ആകുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം. 5:30 മണി മുതൽ ഒരു 6:30 മണി, 5:30 മുതൽ ഒരു 6:30 മണി വരെ എടുത്തിട്ട് പിന്നെ നമുക്ക് 9 മണിക്ക് എടുക്കാം. കേട്ടോ? കുറച്ച് നേരം കിടക്കട്ടെ. ഹരേ കൃഷ്ണ.